മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണിയോട് കരുണ ഇങ്ങനെ പറയണം കേട്ടോ, ഇനി എന്തായാലും നീലാംബരി എന്ന കൊച്ചില്ല, ഇനി പദവ തന്നെ അതിനെ കണ്ടാൽ അത് ജീവനോടെ ഉണ്ടാവില്ല എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയണ്ട്, അങ്ങനെ പറയാൻ വരട്ടെ, ആ കൊച്ചു ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതൊന്നും പറയാറായിട്ടില്ല. കാരണം വിഷം അകത്ത് ചെന്നിട്ടും കൂടി ആ കൊച്ചിനൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ആ കാര്യം നമുക്ക് സംസാരിക്കാൻ വരട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ എന്തായാലും കരുണയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, മോളില്ല എന്ന് പറഞ്ഞ്. പിന്നീട് കണ്ണൻ CCTV നോക്കുമ്പോൾ തന്നെ ജാനമ്മ പിന്നിൽ നിന്നിട്ട് CCTVയിൽ കണ്ണൻ നോക്കുന്നതെല്ലാം കാണുകയാണ്. ആ ഒട്ടുപാല് വരുന്നതും കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകുന്നതും എല്ലാം കാണുകയാണ്. അതേ സമയത്ത് മഹാലക്ഷ്മിയും അങ്ങോട്ടേക്ക് വരും. കണ്ണൻ അത് കണ്ടതിന് ശേഷം ജാനമ്മയോട് പറയും, നിങ്ങൾ ആര് പറഞ്ഞു ഡോറ് തുറന്നു കൊടുത്ത കാരണമാണല്ലോ അവൻ അകത്ത് കയറി കുഞ്ഞിനെ എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ജാനമ്മ അങ്ങനെ പരുങ്ങുകയാണ്. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ പാലെടുക്കാൻ പോയതാണ്, അതിനു മുമ്പ് തന്നെ ഡോറ് തുറന്ന് കിടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അത് കേട്ടുകൊണ്ടാണ് മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ കണ്ണേട്ട എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ എടുത്തു പോകുന്നത് കണ്ടു എന്ന് പറയും. പിന്നീട് മഹാലക്ഷ്മി ഒരേ കരച്ചിലാണ്, എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം, എങ്ങനെയെങ്കിലും കണ്ണേട്ട ആ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുത്തായോ എന്ന് പറഞ്ഞിട്ട് ജാനമ്മയെ വഴക്കും പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങൾ കുഞ്ഞിനെ നോക്കാനല്ലേ വന്നത്, പിന്നെ നിങ്ങൾ എന്താ നോക്കി നിന്നത് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം മഹാലക്ഷ്മി ലേഖയുടെ അടുത്തേക്ക് പോവുകയാണ്. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ കുഞ്ഞിനെ നോക്കാനാണോ അതോ വേറെ എന്തിനാണ് നിങ്ങൾ വന്നത്, ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചോദിച്ച പൈസ തന്നില്ലേ, പിന്നെ നിങ്ങൾ എന്താ ചെയ്തത് എന്നെല്ലാം ജാനമ്മയോട് കണ്ണൻ പറയുന്നുണ്ട്. ആ സമയത്ത് ജാനമ്മ ആകെ ഭയങ്കര ധർമ്മ സങ്കടത്തിൽ നിൽക്കുകയാണ്. മഹി ലേഖയുടെ അടുത്ത് വന്നിട്ട് പറയും, എടി പ്രസവിച്ച ആൾക്കേ അതിൻ്റെ വേദന അറിയുന്നു, നീക്ക് നല്ല സ്നേഹമുണ്ടെന്ന് പറഞ്ഞതല്ലേ, നീ എന്തുകൊണ്ട് പിന്നെ നീ കുഞ്ഞിനെ നോക്കിയില്ല, എങ്ങനെയടി കുഞ്ഞു പോയത് എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി ലേഖയെ ഒരുപാട് വഴക്ക് പറയുകയാണ്. അത് കാണുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മഹി നീ ഇത്തിരി സമാധാനപ്പെടുക, എന്ത് സമാധാനപ്പെടാനാണ്, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് CCTV കണ്ടില്ല കണ്ണേട്ട, എൻ്റെ കുഞ്ഞിപ്പോൾ എവിടെയുണ്ട്, ജീവനോടെ ഉണ്ടോ എന്തോ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ്റെ നെഞ്ചിൽ ചാരി കിടന്നിട്ട് മഹാലക്ഷ്മി അങ്ങനെ കരയാണ് കേട്ടോ. അത് കാണുമ്പോൾ ലേഖയ്ക്കും ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുത്താ കണ്ണേട്ടാ, അല്ലാതെ എനിക്ക് പറ്റില്ല, എൻ്റെ കുഞ്ഞിനെ എന്ത് പറ്റി എന്നെല്ലാം പറഞ്ഞ് കരയാണ്. അതേസമയം ശരി എന്ന് പറഞ്ഞതിന് ശേഷം കണ്ണൻ കാറും എടുത്തിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും കൂടിയിട്ട് ഒരേ ചിരിച്ചിരിക്കുകയായിരിക്കുന്നുണ്ടോ. ചിരിക്കണ കാണുമ്പോൾ തന്നെ മോഹിനി അങ്ങോട്ടേക്ക് വരും. എന്താ പതിവിൽ കൂടുതൽ സന്തോഷമാണല്ലോ നിങ്ങൾക്ക് ഇന്ന്, ഞാൻ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം തന്നെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ മോള് മാറി എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് പറയും. അയ്യോ എന്താ മോഹിനി നീ ഇങ്ങനെ പറയുന്നത്, ഞാനാണെങ്കിൽ ജയിലിൽ പോകണം, എൻ്റെ മോനെ എപ്പോഴാണ് ജയിലിൽ പോകണമെന്ന് അറിഞ്ഞിട്ട് ഞാനാകെ വിഷമത്തിലിരിക്കണം, ഞങ്ങളൊന്നും സന്തോഷിക്കുന്നില്ല മോഹിനി എന്ന് പറയും. ഞാൻ എൻ്റെ മോളെ വിളിച്ചു, പക്ഷേ അപ്പോൾ ലേഖയാണ് ഫോൺ എടുത്തത്, നീലാംബരി മോളെ കാണാനില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും പരസ്പരം നോക്കുകയാണ് കേട്ടോ. അയ്യോ ആ കൊച്ചോ അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ എന്ന് പറയും. ആ പൊടി കൊഞ്ഞ് എവിടെ പോകാനുള്ളതാണ്, അതിലെന്തെങ്കിലും നിങ്ങൾക്ക് പങ്കുണ്ട് പറഞ്ഞാൽ ആ മോളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം കൂട്ടുകാരൻ്റെ വീട്ടിൽ അവനെ ഇരുത്തിയതേ തെറ്റ്, നൂലുകെട്ട് കഴിഞ്ഞ് അവൻ കൊണ്ടുപോകാത്തത് അതിലേറെ വലിയ തെറ്റ്, എന്നിട്ട് കുഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയുമ്പോൾ മോഹിനി പറയണ്ടേ, എങ്ങനെ നൂലുകെട്ട് കഴിഞ്ഞ് അവിടെ പോകുന്നത്, നിങ്ങളുടെ മരുമോൻ പറഞ്ഞൊരു സന്തതി ഉണ്ടല്ലോ, AC വിഷവാതകം കടത്തി കൊല്ലാൻ നിന്നവനാണ്, പിന്നെ കുഞ്ഞിനെയാണോ ചെയ്യുന്നത് എന്ന് പറയും. നീ എന്തായാലും ശരി, ഞങ്ങളെ എങ്ങനെ സംശയിക്കേണ്ട, ഞങ്ങൾ അതിനൊന്നുമില്ല, പിന്നെ നിങ്ങളുടെ മോള് അവരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് പറയും. അവൾ ശരിക്കും സ്നേഹമാണ് മഹിയോടും കണ്ണനോടും. മോഹിനി നീ എന്താ മോഹിനി ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ മുത്തശ്ശി. അതേസമയം മോഹിനി പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നവർ പുറത്തുണ്ട്, ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തത്, കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകാനുള്ള കൊട്ടേഷനോ എന്തെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നെങ്കിൽ അമ്മയുടെ മുമ്പിലിട്ടിട്ട് മോനെ എന്തായാലും ശരിയാക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം മോഹിനി പിന്നീട് പ്രതാപൻ മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്ക് ആകെ പേടിയോ, എടാ മാർക്കോ വന്ന് തല്ലോ, ഇനി അവൻ എന്നെ തല്ലി എന്താ അമ്മേ, എനിക്കൊരു പേടിയില്ല, കാരണം എന്താണെന്നറിയോ, അന്ന് അവൻ തല്ലി, ഇനിയിപ്പോൾ എന്നെ കൊന്നാലും എനിക്ക് ഒരു വിഷയമില്ല, കാരണം ഞാൻ എൻ്റെ മോൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചു എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒട്ടുപാലിനെ മാർക്കോയും അനന്തവും കൂടിയിട്ട് ആട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം റൂമിൽ കൊണ്ടുവന്നിട്ടിട്ട് മാർക്കോ നല്ല പോലെ അടിക്കുകയാണ്. അടിക്കുമ്പോൾ ആദ്യമൊന്നും പറയില്ല, പിന്നീട് മാർക്കോയോട് ഇങ്ങനെ
പറയണേ, എവിടെയാണ് കുഞ്ഞ്, നിൻ്റെ ബോഡി ഷേപ്പ് കണ്ടാൽ എനിക്കറിയും, ഇവിടെയുള്ള എല്ലാ ഗുണ്ടകളുടെയും ബോഡി ഷേപ്പ് കണ്ടാൽ എനിക്കറിയും, നീ എന്താ വിചാരിച്ച് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാർക്കോ നല്ല പോലെ ഒട്ടുപാലിനെ കൊടുക്കുകയാണ്. ചോദിക്കുമ്പോൾ ഒട്ടുപാല് പറയുന്നുണ്ട് ആ വേസ്റ്റിലാണ് കൊണ്ടുപോയി വിട്ടിരിക്കുന്ന കുഞ്ഞിനെ എന്ന് പറയുന്നത്. അതിനുശേഷം മാർക്കോ നല്ല പോലെ അടിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതാരെ കൊണ്ടുപോയെന്നോ എന്താണെന്നോ ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ഞാൻ വന്ന് ചോദിക്കുക, എന്തായാലും നമുക്കിപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് അനന്തവും മാർക്കും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. പുറത്ത് വന്നതിന് ശേഷം അനന്ത് ചോദിക്കുന്നുണ്ട്, എടാ അവിടെ കൊണ്ടുപോയ കുഞ്ഞുണ്ടാകുമോ, അതിന് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ, എനിക്ക് അവരുടെ മുഖമൊന്നും ആലോചിക്കാൻ വയ്യ, എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ആ കുഞ്ഞിന് നല്ല ദിവ്യശക്തിയുള്ള കുഞ്ഞാണ്, ആ കുഞ്ഞിനെ മാത്രം നോക്കുന്ന ഒരു അദൃശ്യ ശക്തി ആ കുഞ്ഞിൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് നായ്ക്കളോ ആരും വലിച്ചു കൊണ്ടുപോകില്ല, ഏതായാലും പേടിക്കണ്ട, വാ ആനന്ദൻ സാറ് വരൂ, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അവർ ആ വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് പോവുകയാണ് കേട്ടോ. വേസ്റ്റ് കൂമ്പാരത്ത് പോയിട്ട് അവരെല്ലാവരെയും നോക്കുകയാണ്. ഭയങ്കര നാറ്റവും ഛർദിയും കാരണം അനന്തു പല പ്രാവശ്യം ഛർദിക്കും മോക്കാനിക്കും ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. പല പ്രാവശ്യം തിരഞ്ഞിട്ടും അവർക്ക് ആ കുഞ്ഞിനെ കിട്ടാനില്ല. അതേസമയം മാർക്കോ പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റുമോ, നായ്ക്കൾ എന്തെങ്കിലും കൊണ്ടുപോയി, ഇവിടെ പല സ്ത്രീകളും ഇതുപോലെ കുഞ്ഞിനെ കൊണ്ടുവരുന്നുണ്ട്, അവർക്ക് വേണ്ടാത്തത്, അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയാതെ മാർക്കോ, ഞാൻ എങ്ങനെ മഹിയുടെയും കണ്ണൻ്റെയും മുഖത്ത് നോക്കും, അവരുടെ കാര്യം ആലോചിക്കാൻ വയ്യ, എന്തായാലും നമുക്ക് കുഞ്ഞിനെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് തീർത്ത് പറയണം കേട്ടോ. പിന്നീട് അനന്ത് പറയുന്നുണ്ട്, ഞാനിനി എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നെനിക്കറിയില്ല, എന്തായാലും നമുക്ക് കുഞ്ഞിനെ ജീവനോട് കിട്ടിയേ മതിയാകുള്ളൂ, ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് അനന്തും ആകെ തലയിൽ കൈ വെച്ചിട്ട് കരയാണ് കേട്ടോ. മാർക്കോയും അനന്തവും കൂടിയിട്ട് എന്തായാലും നമ്മുടെ കുഞ്ഞിനെ കണ്ടെത്തും, ആ ഭിക്ഷക്കാരൻ്റെ നിന്നും ആ കുഞ്ഞിനെ വാങ്ങിയിട്ട് മഹിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.